ഇന്നത്തെ എപ്പിസോഡിൽ സന്തോഷം കൊണ്ട് സച്ചി അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് രേവതിയും അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛ ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല, അച്ഛനോട് ഒരുപാട് നന്ദി എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോഴാണെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രവി പറയും, എടാ മഹേഷേ ആ ചാവി തായോ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആ ചാവി വാങ്ങിയിട്ട് രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, മോളെ നീയാണ് ഈ ചാവി ഇവന് കൊടുക്കേണ്ടത്, കാരണം നീയാണ് ഈ വീടിൻ്റെ മഹാലക്ഷ്മി, നീ കാരണമാണ് ഇപ്പോൾ ഇവന് ഈ സൗഭാഗ്യങ്ങളൊക്കെ വന്നത് എന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കും, ഞാൻ കാരണമെന്ന് ചോദിക്കും. അതെ, നീ ഫിനാൻഷ്യൻ്റെ അടുത്തേക്ക് പോയതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും എനിക്ക് ഈ വണ്ടി വാങ്ങാൻ പറ്റിയതും. അപ്പം നീ കാരണം തന്നെയല്ലേ ഇവൻ ഈ വണ്ടി തിരിച്ചു കിട്ടിയത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സച്ചിക്കും സന്തോഷമാവും. അങ്ങനെ രേവതിയുടെ കയ്യിൽ ആ ചാവി കൊടുത്തിട്ട് രേവതി സച്ചിക്ക് ആ ചാവി കൊടുക്കുക. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വേഗം തന്നെ സച്ചി ആ കാർ എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നാരങ്ങയൊക്കെ വെച്ച് നാളികേരം കൊണ്ട് കാറിനെ ഒഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി വേഗം തന്നെ കാർ കൊടുത്ത് പോവുക കേട്ടോ. ആ സമയത്ത് എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ശ്രുതി പറയും ചന്ദ്രോട്, ഇതൊക്കെ എന്താ, ഇത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയതിനാണ് ഇത്രയ്ക്ക് ഷോ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഞാനേ ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കോടികൾ വില വരുന്ന കാറൊക്കെ വാങ്ങുക, അപ്പം ഇതിനെയും കാട്ടി ഷോ ആവുമല്ലോ ഇവിടെ എന്നൊക്കെ വരെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ അത് മൈൻഡ് ചെയ്യാണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് കയറി പോകും കേട്ടോ. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കും, ഓ അത്രയ്ക്ക് വേണ്ടായിരുന്നു, ഒത്തിരി കൂടിപ്പോയി എന്ന് തോന്നണു എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ രേവതി റൂമിലിരുന്നിട്ട് സാരികളൊക്കെ മടക്കി വയ്ക്കുകയാണ്. ആ സമയത്ത് അമ്മേനെ വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ സച്ചിയേട്ടന് ആ ജോലിക്ക് പോകുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ ആ സച്ചിയേട്ടന് പഴയ വണ്ടി വാങ്ങി കൊടുത്തു. സച്ചിയേട്ടൻ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, ഇത്രയും കാലം ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഞാനും സങ്കടത്തിലായിരുന്നു, ഇപ്പോൾ ഹാപ്പിയായി എന്നൊക്കെ ഇങ്ങനെ അമ്മേനെ വിളിച്ച് പറയാണ്. ആ സമയത്ത് സച്ചി വരും കേട്ടോ. അപ്പോൾ സച്ചി ഇതൊക്കെ കേൾക്കും. അങ്ങനെ സച്ചി വന്ന് വാതിലടയ്ക്കുമ്പോൾ രേവതി ഇങ്ങനെ ഒന്നും നോക്കൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ സച്ചി അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. അപ്പോൾ രേവതി ചോദിക്കും, എന്താ തരയണേ ചോദിക്കും. അപ്പോൾ അതിൻ്റെ പേഴ്സ് കടയൊന്നും കാണാനില്ല, ഞാൻ ഇവിടെ വെച്ചതാണ്, നീ അതിൻ്റെ മുകളിൽ ഇരിക്കണേ തോന്നുന്നുണ്ട്, നീ ഒന്ന് നീറ്റേന്ന് ഇങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും, പേഴ്സ് നിങ്ങളുടെ പോക്കറ്റില്ല, അത് എവിടെ തന്നെയാലും കിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സച്ചി വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് രേവതിയോട് പറയും, കൈ നീട്ടുമെന്ന് പറയും. അപ്പോൾ രേവതി 2 കൈ ഇങ്ങനെ നീട്ടുമ്പോൾ സച്ചി പറയും, 2 കൈയല്ല, ഒരു കൈ ഇങ്ങനെ നീട്ടാൻ പറയും. അങ്ങനെ രേവതിക്ക് കൈ കൊടുക്കുകയാണ് സച്ചി. എന്നിട്ട് താങ്ക്സ് പറയും കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കും, എന്തിനാ താങ്ക്സ് എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, എന്തിനാന്നൊക്കെ അറിഞ്ഞാലേ നീ അത് സ്വീകരിക്കുള്ളൂ ചോദിക്കും. അപ്പോൾ രേവതി പറയും, എന്തിനാന്ന് അറിഞ്ഞാൽ തന്നെ ഞാൻ സ്വീകരിക്കുള്ളൂ, അല്ലാണ്ട് വെറുതെ ഒരാൾ വന്ന് താങ്ക്സ് പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഒന്നും പറയുന്നില്ല. എന്നിട്ട് രേവതിയോട് പറയും, നീ വേഗം റെഡിയാവുക, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയും. എങ്ങോട്ട് പുറത്തേക്ക്, ആരുടെ പുറത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും, നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് വരാം, നിനക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലേ, എനിക്കറിയുന്ന ഒരു കട ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അതെ നിങ്ങളതിനെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇന്ന് എന്നെ സ്നേഹിക്കും, നാളെ എന്നെ ചീത്ത പറഞ്ഞ് കരയിപ്പിക്കുകയും ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പൊക്കോളാം, ഞാൻ എവിടേക്കും ഇല്ല എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഇല്ല നീ വായോ എന്ന് പറയും. അപ്പോൾ നിങ്ങളെന്താ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പിന്നാലെ വരുന്നതാണോ നിങ്ങളുടെ വിചാരം, അതൊന്നും നടക്കില്ല കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. അങ്ങനെ രേവതി പറയും, ഞാൻ വരാം, പക്ഷേ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് ആദ്യം പോകണം, എന്നിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ സച്ചി അത് സമ്മതിക്കും കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ രേവതിക്ക് പൂവൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് സച്ചി. അങ്ങനെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.